നന്നായി അറിയുന്നവൻ, എൻ്റെ സ്വർഗീയ താതൻ. എന്നെ നന്നായി അറിയുന്നവൻ, എൻ്റെ സ്വർഗീയ താതൻ. മാറ്റമില്ല സ്നേഹിതൻ തന്നെ, സമാധാനത്തിൻ പ്രഭുവേ. മാറ്റമില്ല സ്നേഹിതൻ തന്നെ, സമാധാനത്തിൻ പ്രഭുവേ. ഉന്നതനായവനെ, പരിശുദ്ധനായവനെ, രാജാധി രാജാവായവനെ. ഉന്നതനായവനെ, പരിശുദ്ധനായവനെ, രാജാധി രാജാവായവനെ. വാഴ്ത്തിടുന്നേ, വാഴ്ത്തിടുന്നേ, വാഴ്ത്തിടുന്നേ യേശുവേ. ഉയർത്തിടുന്നേ, ഉയർത്തിടുന്നേ, ഉയർത്തിടുന്നേ യേശുവേ. ഞാനാരെ വിശ്വസിച്ചെന്നറിയുന്നു, അവനെൻ്റെ ഉപനിധിയെ. ഞാനാരെ വിശ്വസിച്ചെന്നറിയുന്നു, യേശു തനിക്കുള്ളവരെ വേർതിരിച്ചു പാലിക്കുന്നു. യേശു തനിക്കുള്ളവരെ വേർതിരിച്ചു പാലിക്കുന്നു. ഉന്നതനായവനെ, പരിശുദ്ധനായവനെ, രാജാധി രാജാവായവനെ. ഉന്നതനായവനെ, പരിശുദ്ധനായവനെ, രാജാധി രാജാവായവനെ. വാഴ്ത്തിടുന്നേ, വാഴ്ത്തിടുന്നേ, വാഴ്ത്തിടുന്നേ യേശുവേ. ഉയർത്തിടുന്നേ, ഉയർത്തിടുന്നേ, ഉയർത്തിടുന്നേ യേശുവേ. ആത്മാവാൽ നിറയ്ക്കണമേ, വരങ്ങളെ നൽകിയിടണേ. ആത്മാവാൽ നിറയ്ക്കണമേ, വരങ്ങളെ നൽകിയിടണേ. അന്ത്യകാല ഉണർവിനായി എന്നെയും ഉപയോഗിക്കണേ. അന്ത്യകാല ഉണർവിനായി എന്നെയും ഉപയോഗിക്കണേ. എന്നെ നന്നായി അറിയുന്നവൻ,
സ്വർഗീയ താതൻ എന്നെ നന്നായി അറിയുന്നവൻ, എൻ്റെ സ്വർഗീയ താതൻ. മാറ്റമില്ല സ്നേഹിതൻ തന്നെ, സമാധാനത്തിൻ പ്രഭുവേ. മാറ്റമില്ല സ്നേഹിതൻ തന്നെ, സമാധാനത്തിൻ പ്രഭുവേ. ഉന്നതനായവനെ, പരിശുദ്ധനായവനെ, രാജാധി രാജാവായവനെ. ഉന്നതനായവനെ, പരിശുദ്ധനായവനെ, രാജാധി രാജാവായവനെ. വാഴ്ത്തിടുന്നേ, വാഴ്ത്തിടുന്നേ, വാഴ്ത്തിടുന്നേ യേശുവേ. ഉയർത്തിടുന്നേ, ഉയർത്തിടുന്നേ, ഉയർത്തിടുന്നേ യേശുവേ. വാഴ്ത്തിടുന്നേ, വാഴ്ത്തിടുന്നേ, വാഴ്ത്തിടുന്നേ യേശുവേ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്തും പാറശാലയിലും ജൂൺ 30 രാവിലെ 11 മുതൽ AJ ഹാൾ കുമാരപുരം, വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം പാറശാല. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നു ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് 4 പേരുടെ ലൈഫിൽ വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്നു, അവർക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുത്ത അത്ഭുത സാക്ഷ്യങ്ങളാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് കോട്ടയത്ത് നിന്നും ആശാ രാജേഷാണ് പറയുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് ഈ കുടുംബം 18 വർഷത്തോളം ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. സിസ്റ്ററിന് യൂട്രസിന് ബലമില്ലായിരുന്നു, പിന്നെ കൗണ്ട് കുറവായിരുന്നു. എന്നാൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്തടത്ത് കർത്താവ് തങ്ങൾക്ക് കുഞ്ഞിനെ കൊടുത്തു. നമുക്ക് ആ സാക്ഷ്യം കേൾക്കാം. 18 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു, കർത്താവ് ഒരു കൊച്ചിനെ കൊടുത്തിരിക്കുക. പുള്ളിക്ക് കൗണ്ട് ഇല്ലായിരുന്നു, എനിക്ക് ഗർഭപാത്രത്തിന് കട്ടിയില്ലായിരുന്നു. ബ്രദർ പ്രാർത്ഥിച്ചതിന് ശേഷം മദ്യപാനം പൂർണ്ണമായി മാറിപ്പോയെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇപ്പൊ കള്ളു കുടിക്കുന്ന ആളുകളെ കണ്ട തലവേന വരുവാ. നേരത്തെ നമ്മൾ മലയർക്ക് തലവേന കൊടുത്തോണ്ടിരുന്നതാ. ഞാൻ മദ്യം കൂടി നിർത്തിയപ്പോൾ എൻ്റെ ലൈഫിൽ ഒരു കുഞ്ഞായി. ഇവർക്ക് 18 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. ബ്രദർ പ്രാർത്ഥിച്ചതിന്റെ നിമിത്തം ഒരു ആരോഗ്യമുള്ള പെൺകുഞ്ഞുമായിട്ടാണ് ഇവർ സാക്ഷ്യത്തിനായിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കട്ടപ്പനയും കോട്ടയവും കൊച്ചുങ്ങളുടെ വേളമായിരുന്നു അല്ലേ? ഇന്ന് ചേർന്ന് കൈയടിച്ചു പറഞ്ഞേ. 18 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു, കർത്താവ് ഒരു കൊച്ചിനെ കൊടുത്തിരിക്കുക. ഇതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. പറഞ്ഞായിട്ട് എന്തുവായിരുന്നു കുഞ്ഞുങ്ങളുണ്ടാകാൻ തടസ്സം? പേര് ആശാ രാജേഷ് എന്നാണ്. ഞാൻ കടന്നു വരുന്നത് കോട്ടയം ഇടയാഴം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ കഴിഞ്ഞ് ഇതിൽ അഞ്ചല് വന്ന് പ്രാർത്ഥിച്ചതിന്റെ പ്രകാരം 18 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു, കർത്താവ് ഒരു ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ കൊടുക്കുവാനിടയായി. ബ്രദറെ, എന്തുവായിരുന്നു പ്രശ്നം? എന്തുവായിരുന്നു നിങ്ങളുടെ പ്രയാസം? എന്തായിരുന്നു? പുള്ളിക്ക് കൗണ്ട് ഇല്ലായിരുന്നു, എനിക്ക് ഗർഭപാത്രത്തിന് കട്ടിയില്ലായിരുന്നു. രണ്ടും പ്രശ്നമാണ്. ഗർഭപാത്രത്തിന് കട്ടിയില്ല, അദ്ദേഹത്തിന് കൗണ്ടും ഇല്ല. ഒന്നും നടക്കുന്ന കാര്യമല്ല. പക്ഷെ ആരോഗ്യമുള്ളൊരു പെങ്കൊച്ചിരിക്കുവോ മടിയിലെ? ഒന്ന് പറഞ്ഞേ, എല്ലാം സാധ്യമാണെന്ന് പറഞ്ഞേ. എന്റെ കർത്താവിനാൽ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. വിശ്വസിക്കുന്നവർക്ക് സകലതും സാധ്യം. അപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് 20 വർഷമായിട്ട് മദ്യപാന ശീലമുണ്ടായിരുന്നു. എന്നാൽ അഞ്ചൽ വന്ന അന്ന് ബ്രദർ പ്രാർത്ഥിച്ചതിന് ശേഷം മദ്യപാനം പൂർണ്ണമായി മാറിപ്പോയെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. കുടിക്കണം തോന്നുന്നില്ല. ഒരു വലിയ കാര്യം. ഇത്രയും നേരം ഗൗരവത്തിൽ നിന്ന ആള് ചിരിക്കുന്നുണ്ട്. ഇപ്പൊ എന്തായാലും കുടിക്കാൻ തോന്നുന്നില്ല. എനിക്ക് മദ്യം കഴിച്ചിട്ട് തന്നെ ആൾക്കാരൊക്കെ വരും കാണുമ്പോൾ ഭയങ്കര തലവേദന.
നില തിരിഞ്ഞു കാര്യം. ഒന്ന് കൈയടിക്കാത്തത് എന്താ നിങ്ങള്? വണ്ടർഫുൾ. ഇപ്പൊ കള്ളു കുടിക്കുന്ന ആളുകളെ കണ്ട തലവേന വരുവാ. നേരത്തെ നമ്മൾ മലയർക്ക് തലവേന കൊടുത്തോണ്ടിരുന്നതാ. ഭയങ്കരമായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കാന്ന് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര അലമ്പായിരുന്നു. ബ്രദറിന് എന്ത് പറയാനുള്ള കാര്യത്തെ കുറിച്ച്? മദ്യപിച്ചു കഴിഞ്ഞ ബോധമില്ല, വഴക്കുണ്ടാക്കും, അങ്ങനെയായിരുന്നു? അല്ല, ഞാൻ മദ്യം കൂടി നിർത്തിയപ്പോൾ എൻ്റെ ലൈഫിൽ ഒരു കുഞ്ഞായി. ഇപ്പം എൻ്റെ കച്ചവടപരമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട്. എൻ്റെ ജീവിതം മാറി, എൻ്റെ എല്ലാ ശീലങ്ങളും മാറി. വീട്ടിൽ മൊത്തം മാറ്റവാ, വീട് മുഴുവൻ മാറി. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, യേശു ഒന്ന് തൊട്ടാ പോരെ നിന്റെ ജീവിതം മാറുവാൻ എന്ന് പറഞ്ഞേ. യേശു ഒന്ന് തൊട്ടാൽ പോരെ നിന്റെ ജീവിതം മാറുവാൻ എന്ന് പറഞ്ഞേ. യേശു ഒന്ന് തൊട്ടാൽ പോരെ നിന്റെ ജീവിതം മാറുവാൻ. യേശു ഒന്ന് തൊട്ടാൽ പോരെ. അടുത്തിരിക്കുന്നവരോട് പറ, യേശു ഒന്ന് തൊട്ടാൽ പോരെ, യേശു ഒന്ന് തൊട്ടാൽ പോരെ. നമ്മുടെ കർത്താവ് ഒന്ന് തൊട്ടാൽ മതി, നമ്മുടെ ജീവിതം മുഴുവൻ മാറുവാനിടയാകും. ഒന്നും കൂടെ ചേർന്ന് കൈ അടിച്ചെന്ന് പറഞ്ഞ്, യേശു ഒന്ന് തൊട്ടാൽ പോരെ നിന്റെ ജീവിതം മാറുവാൻ. യേശു ഒന്ന് തൊട്ടാൽ പോരെ. ഭയങ്കര കാര്യമാണ്. നമ്മുടെ കർത്താവ് തൊട്ടാൽ ജീവിതം മുഴുവൻ മാറുവാണ്, സ്ഥിതി മാറുവാണ്. 20 കൊല്ലമായിട്ട് മദ്യപാനമായിരുന്നു, 18 കൊല്ലം കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഡോക്ടർമാർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയൊക്കെ പോയി. പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല? ഉണ്ടാകയില്ല എന്നാ പറഞ്ഞതാ. അവിടെ ആ കർത്താവ് പെങ്കൊച്ചിനെ കൊടുത്തിട്ട് എന്റെ ദൈവത്താൽ ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഉണ്ടാകത്തില്ലെന്ന് പറയുന്നിടത്ത് ചിലതിനെ ദൈവം ഉളവാക്കാൻ കഴിയുന്ന ഒരു നല്ല ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. വണ്ടർഫുൾ ജീസസ്. ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. കാരണം ഇതെന്തുവായിരുന്നു? യൂട്രസ് ചെറുതായിരുന്നു, കട്ടിയില്ല. അത് കട്ടിയില്ലാത്തതിന്റെ പ്രശ്നം എന്തോ? റിസീവ് ചെയ്ത് കുഞ്ഞിനെ ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. റിസീവ് അല്ലെങ്കിൽ കുഞ്ഞാവുമ്പോ തന്നെ പോകും. എനിക്ക് പിന്നെ ഇവിടെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് എന്നും ബ്ലീഡിങ്, 6 മാസം ബ്ലീഡിങ് ആയിരുന്നു. അപ്പം ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ബ്രദറിന്. യൂട്രസിന് കട്ടിയില്ലാത്തതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല, കൗണ്ടുമില്ല എൻ്റെ കൂട്ടത്തിൽ. കുഞ്ഞായി കഴിഞ്ഞാൽ അപ്പം പോവും. എന്നെ വേദനയുള്ള കാര്യമല്ലേ? ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞെടുത്ത് ഉണ്ടായിരിക്കുന്നത്. IVF ശ്രമിച്ചാൽ പോലും നടക്കത്തില്ല. കാരണം അതിനകത്ത് കട്ടിയില്ല, വരുന്ന മാർഗമൊന്നുമില്ല അതിനെ. എൻ്റെ യേശു ചെയ്ത നന്മയ്ക്ക് നന്ദി പറഞ്ഞ് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് സന്തോഷമായിട്ട് പോയാണ്. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്തും പാറശാലയിലും ജൂൺ 30 രാവിലെ 11 മുതൽ AJ ഹാൾ കുമാരപുരം, വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം പാറശാല. അടുത്തതായിട്ട് പൊൻകുന്നത്ത് നിന്നും ഷാജി ബ്രദറാണ് പറയുന്നത്. ബ്രദർ പറയുന്നത് 16 വർഷത്തോളമായിട്ട് നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ബ്രദറിന് കൗണ്ട് കുറവായിരുന്നു, വൈഫിൻ്റെ എഗ്ഗിന് ബലമില്ലായിരുന്നു. IVF ചെയ്തു, അത് ഫെയിലായി, 2 പ്രാവശ്യം അബോഷനായിപ്പോയി. എന്നാൽ കർത്താവിൻ്റെ കൃപ നോക്കിയേ, അനുഗ്രഹിക്കപ്പെട്ട ഇരട്ട കുഞ്ഞുങ്ങളെ കർത്താവ് കൊടുത്തു. ഇവരെ കർത്താവ് വർദ്ധിപ്പിക്കുവാനിടയായി തീർന്നു. നമുക്ക് ആ സാക്ഷ്യം ഒന്ന് കേൾക്കാം. ഇത് നമ്മുടെ മുണ്ടക്കയത്തെ ടീച്ചർ പൊൻകുന്നം മുണ്ടക്കയത്ത് വന്നുകൊണ്ടിരുന്ന ഷാജി സാർ. എന്റെ യേശുവേ, സാറ് ഭയങ്കര സന്തോഷത്തോടെ ആയിരിക്കുന്നത്. കാരണം 16 വർഷമായിട്ട് വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാതെ സങ്കടപ്പെട്ടെടുത്ത് ദൈവം 2 കുഞ്ഞുങ്ങളെ, 2 പിള്ളേരെ ഓ കരുതും ദൈവമേ നിന്റെ കരങ്ങളിൽ ഞാനിന്ന് സുരക്ഷിതനാണ്. കരുതും ദൈവമേ നിന്റെ കരങ്ങളിൽ ഞാനിന്ന് സുരക്ഷിതനാണ്. കർത്താവർക്ക് കുഞ്ഞുങ്ങളാകട്ടെ. ഇപ്പം കർത്താവ് അവിടുത്തെ അത്ഭുതകരം ഉണ്ടാകട്ടെ. ഇതൊരു വലിയ കാര്യമാണ്. ഇതേ നമ്മുടെ കൂടെ നിന്ന് എല്ലാ കോട്ടയം മീറ്റിങ്ങിനും, എനിക്ക് തോന്നുന്ന എല്ലാ തൃശ്ശൂർ മീറ്റിംഗ് അല്ല തിരുവല്ല മീറ്റിങ്ങിനും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. 16 കൊല്ലത്തിന് ശേഷം കൊടുത്തപ്പോൾ ഇരട്ട പിള്ളേരെ കൊടുത്തു. സോ മൈറ്റി.
എനിക്ക് ഇദ്ദേഹത്തോട് ഞാൻ എന്നും പറയുമായിരുന്നു, നിങ്ങൾക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ തരും. പക്ഷേ ഇദ്ദേഹം ആ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയതേ ഇല്ല. 4 വർഷത്തോളം ചർച്ചിൽ കുഞ്ഞുങ്ങൾ ഇല്ലാതായിട്ടും വന്നുകൊണ്ടിരുന്നു. 4 വർഷം വന്നു വീണ്ടും. പക്ഷെ കർത്താവ് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുത്തു. 16 കൊല്ലമല്ലേ, ഇനി രണ്ടാമത്തെ ഒരെണ്ണം കൂടെ ഉണ്ടാവണ്ട, വീണ്ടും 2 ഇരട്ടിയായിട്ട് പോകുന്നുണ്ടെന്ന് വിചാരിച്ചാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് ആ കരങ്ങളൊന്ന് ഉയർത്തി പ്രാർത്ഥിച്ച്. നിങ്ങൾക്ക് എന്തുമായിരുന്നു കുഞ്ഞുങ്ങളുണ്ടാവാത്തതിൻ്റെ പ്രധാന തടസ്സം? കൗണ്ട് കുറവായിരുന്നു. രണ്ടും പ്രശ്നമുള്ളതാണ്. കൗണ്ടും ഇല്ല, എഗ്ഗിന് വളർച്ചയില്ല. അതിൻ്റെ ഇടയിൽ 2 പിള്ളേരുണ്ടായി. ഇത് അങ്ങേരുടെ പരിപാടിയല്ല, വേറെന്തോ മറവുക. നിങ്ങൾക്ക് വലിയ മനസ്സിലായ? കൗണ്ടില്ല. കൗണ്ട് എത്രത്തോളം ഇല്ല എന്ന് പറയാമോ? 0 ആണോ അതോ 10% ഉണ്ടോ? 15 ഒക്കെ ഉണ്ട്. അതോടൊപ്പം എഗ്ഗിന് ബലമില്ല. നിങ്ങൾ ചിന്തിച്ച് നോക്കി, കോംപ്ലിക്കേറ്റഡ് ആ കാര്യം രണ്ടും കേട്ടോ. കൗണ്ടും ഇല്ല, ആളിൽ എഗ്ഗിന് ബലവും ഇല്ല. പക്ഷേ കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് എത്ര നന്ദി പറഞ്ഞാൽ പറ്റും? നമ്മുടെ ദൈവത്തിനല്ലാതെ കഴിയാൻ ആർക്കാ പറ്റുന്നത്? 2 പ്രാവശ്യം അബോർഷനായിപ്പോയി. ഒന്ന് കരങ്ങളെ അടിച്ച് കർത്താവിനെ സ്തുതിച്ച്. 2 പ്രാവശ്യം അബോർഷനായിപ്പോയി. IVF പരാജയപ്പെട്ടു ആദ്യത്തത്. കർത്താവ് ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. കർത്താവേ, ഞങ്ങൾ ഈ വീടിന് നീ കൊടുത്ത സൗഖ്യത്തെ ഓർത്ത്, അത്ഭുതത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, 2 കുഞ്ഞുങ്ങളെയും ആരോഗ്യത്തോടെ നീ ആക്കിയാട്ടെ. അപ്പാ, താങ്ക് യു. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്തും പാറശാലയിലും ജൂൺ 30 രാവിലെ 11 മുതൽ AJ ഹാൾ കുമാരപുരം, വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം പാറശാല. അടുത്തതായിട്ട് വെമ്പായത്ത് നിന്നും താര എന്ന പേരുള്ള സിസ്റ്ററാണ് പറയുന്നത്. ഈ സിസ്റ്റർ പറയുന്നത് തനിങ്ങൾക്ക് 11 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. തൻ്റെ 2 ട്യൂബ് ബ്ലോക്കായി. നോർമലി ഓവുലേഷൻ നടക്കത്തില്ല. എല്ലാ കാര്യങ്ങളും അവസാനിച്ച ഒരു രീതിയിലായിരുന്നു ആ കുടുംബമായിരുന്നത്. എന്നാൽ കർത്താവിൻ്റെ അത്ഭുതം എന്ന് പറയട്ടെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺകുഞ്ഞിനെ കർത്താവ് കൊടുത്തു. നമുക്ക് ആ സാക്ഷ്യം കാണാം. ബ്രദർ, ഈ സിസ്റ്ററിന്റെ പേര് താര എന്നാണ്. താര വെമ്പായത്ത് നിന്നുമാണ് വരുന്നത്. വെമ്പായത്തിൽ നിന്നാണ്. കഴിഞ്ഞ 11 വർഷത്തോളമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. 11 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു. എന്നാൽ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു പെൺകുഞ്ഞിനെ കർത്താവ് നൽകിയ സാക്ഷ്യമായിട്ടാണ് ഇന്ന് നമ്മുടെ മുൻപിലായിരിക്കുന്നത്. 11 വർഷം കുഞ്ഞുങ്ങളില്ലായിരുന്നു. കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ കാരണം പറയാമോ? എന്തായിരുന്നു പ്രശ്നം? ട്യൂബ് ബ്ലോക്ക്. 2 ട്യൂബും. അയ്യോ, അതൊരു ഭയങ്കര കാര്യമുള്ളൂ. 2 ട്യൂബും ബ്ലോക്കായി പോയി. ഡോക്ടേഴ്സ് എന്ത് ചെയ്തു? വന്നിട്ട് IVF ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാതെ ഉണ്ടാകുന്ന പ്രയാസം വന്നായിരുന്നു എന്ന് പറഞ്ഞാൽ 2 ട്യൂബും ബ്ലോക്കാണ്. നോർമലി ഓവുലേഷൻ നടക്കത്തില്ല. അയ്യോ, തലയ്ക്ക് മനസ്സിലാവാത്ത കാര്യം. ഒന്ന് എഴുന്നേറ്റ് വന്നൊരു കൈയടി കൊടുത്ത കർത്താവിനെ. നിങ്ങൾ ചിന്തിച്ചേ, ഒരു നോർമലി ഓവുലേഷൻ നടക്കത്തില്ല, 2 ട്യൂബും ബ്ലോക്കാണ്. IVF നടക്കത്തുള്ളൂ. എന്നാൽ ഇവർക്ക് നോർമലാണ് കൊച്ചുണ്ടായത് എന്ന് പറഞ്ഞാൽ തനിക്ക് തൻ്റെ ഉള്ളിലെ അണ്ടം പുറത്തു വരത്തില്ല, അത് ബ്ലോക്കാണ്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, കർത്താവിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ഒന്ന് ചേർത്ത് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ, ആമേൻ. എന്നാ നിങ്ങളിവിടെ വന്നേ? കർത്താവ് ചെയ്ത അത്ഭുതത്തിന് നമുക്ക് നന്ദി പറയാം. കാര്യങ്ങൾ ഉയർത്തിയ കുഞ്ഞിനൊന്ന് പ്രാർത്ഥിച്ച. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു. നന്മകളെ നിറച്ചാട്ടെ. ആരോഗ്യമുള്ള നിന് കുഞ്ഞിനെ കൊടുത്തല്ലോ. ഒന്ന് ചേർന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കും. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്തും പാറശാലയിലും ജൂൺ 30 രാവിലെ 11 മുതൽ AJ ഹാൾ കുമാരപുരം, വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം പാറശാല. ഇത് പാലക്കാട് നിന്നും മഞ്ജു ആണ് നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. ഈ സിസ്റ്റം പറയുന്നത് 8 വർഷമായിട്ട് തങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഹസ്ബൻഡിന് കൗണ്ട് കുറവായിരുന്നു. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺകുഞ്ഞിനെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഈ കുടുംബത്തിന് ലഭിക്കുവാനിടയായി തീർന്നു. നമുക്ക് ആ സാക്ഷ്യം വന്ന് കാണാം. സിസ്റ്റർക്ക് പറയാനുള്ള ഒരു അത്ഭുത സാക്ഷ്യമാണ്. ഈ സിസ്റ്ററുടെ പേര് മഞ്ജു. ഈ സിസ്റ്ററുടെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒത്തിരി മെഡിസിൻ എടുത്തു. പക്ഷെ ഡോക്ടർ പറഞ്ഞത് ഹസ്ബൻഡിന്റെ കൗണ്ട് കുറവാണെന്ന് പറഞ്ഞു. പക്ഷെ പാലക്കാട് ചർച്ചിൽ വിളിച്ച് പ്രാർത്ഥിച്ചു.
കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺകുഞ്ഞിനെ കൊടുത്തു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ആമേൻ എന്ന് കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞ്. 8 വർഷങ്ങൾക്ക് ശേഷം മോൾക്കൊരു ആൺകുഞ്ഞിനെ ദൈവം തന്നു. പ്രാർത്ഥിച്ചതാണ് വിളിച്ചത് അല്ലേ? ഞാൻ ചോദിക്കുന്നത്, ഹസ്ബൻഡിന്റെ കൗണ്ട് കുറവായിരുന്നു, അതുകൊണ്ട് കുഞ്ഞുങ്ങളുണ്ടാകാൻ പ്രയാസമായിരുന്നു? 100% ഇല്ലായിരുന്നു, 20% ഉള്ളൂ. ഓക്കെ, അതിൽ കൊണ്ടാവാൻ പ്രയാസമാണ്. കർത്താവ് അവന് കൊടുത്ത വിടുതലിനായി നന്ദി. ഈ മോനൊരു നല്ല ശുശ്രൂഷകനാകട്ടെ, ഇവനൊരു പ്രസംഗിക്കുന്നവനാകട്ടെ, ഇവനൊരു അത്ഭുത ബാലനെന്ന് വിളിക്കപ്പെടട്ടെ. കർത്താവിന് കൈയടിച്ച് നന്ദി പറഞ്ഞ് 8 വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിനെ കിട്ടുക വലിയ കാര്യമാണ് കേട്ടോ. കർത്താവ് ചെയ്ത നന്മയ്ക്ക് നന്ദി. സന്തോഷമായിട്ട് പോയിട്ട് മോളെ ഒരു മിനിറ്റ് നിൽക്കുക. നിന്റെ ഇടത്തെ കാലിൻ്റെയും നടുവിലും നിനക്കൊരു വേദനയുണ്ട്. നിനക്ക് കുഞ്ഞിനെ എടുക്കാൻ കുറച്ച് നേരം ഇപ്പോൾ പറ്റത്തില്ല. ശരിയാ, ഇന്നത് മാറുക. അത് മാത്രമല്ല, പ്രസവത്തിന് ശേഷമേ നിന്റെ ഒരു കണ്ണിന് മങ്ങൽ വന്നുകൊണ്ടേയിരിക്കുക. ശരിയാണോ? അത് നിന്റെ വലത്തെ കണ്ണിനാണ്. ഇന്ന് നിന്റെ വലത്തെ കണ്ണ് സൗഖ്യമാവും. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഈ മോൾക്ക് പ്രസവം കഴിഞ്ഞ ശേഷം ബാത്റൂമിൽ പോകാൻ ഒക്കെ കുറച്ച് പ്രയാസമുണ്ട്. നടുവിനകത്ത് പ്രയാസമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇന്ന് കർത്താവ് ഈ മോളെ സൗഖ്യമാക്കുമെന്ന്? ഇന്ന് കൈയടിക്കാത്ത എന്താ? ഒരു ആമേൻ പറയാത്ത എന്താ? ഇവൾക്കൊരു കുഞ്ഞിനെ കൊടുത്ത കർത്താവാണ്. അതോടൊപ്പം കർത്താവ് ആ മോളോട് ഇടപെടും കൂടെ ചെയ്യുക. മോളെ, നിൻ്റെ 13-14 വയസ്സുള്ള സമയത്ത് നിങ്ങളുടെ വീട്ടിൽ ചില അനർത്ഥങ്ങളുണ്ടായി, വേദനിക്കുന്ന കാര്യങ്ങളുണ്ടായി. നീ 10ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ അനർത്ഥത്തിന് ശേഷം ഇന്ന് വരെ നിൻ്റെ വീട് സാമ്പത്തികമായി ഗതി പിടിച്ചില്ല. നീ ഒത്തിരി കഷ്ടപ്പെട്ട നിൻ്റെ അപ്പൻ നിൻ്റെ വീട്ടുകാർ നിന്നെ കെട്ടിച്ചു വിട്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അപ്പനും അമ്മയും ഒരുമിച്ച് നിൽക്കാതെ വണ്ണം നിങ്ങളുടെ വീടിനെ അവർ ആ പൈശാചിക ശക്തി കലക്കിക്കളഞ്ഞു. എന്നാൽ നിൻ്റെ വീടിനെ, അതുകൊണ്ട് നിനക്ക് പലപ്പോഴും തോന്നും, എൻ്റെ വീട് പോലെ എൻ്റെ കല്യാണം കഴിച്ച വീട് ആവുമോ, ഇങ്ങനെ അങ്ങ് നശിച്ചു പോവുമോ നമ്മളുടെ ഉള്ളിൽ അതെപ്പോഴും തോന്നും. എന്നാൽ ഇന്ന് നിന്നോട് എനിക്ക് പറയാനുള്ളത്, നിൻ്റെ തലമുറയിലുള്ള ആ ശാപം നിൻ്റെ വീടിനെ വിട്ടുപോകുക. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. എനിക്ക് ഇവിടെ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുക, ഇവൾക്ക് 14 വയസ്സ് സമയം കഴിഞ്ഞപ്പോൾ ഇവരുടെ വീട്ടിനകത്ത് അനർത്ഥങ്ങൾ വന്നു. ഭാര്യയും ഭർത്താവുകൾ അപ്പനും അമ്മയും ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ ഇവരെ ഇല്ലാതാക്കി കളഞ്ഞു. എന്നാൽ കർത്താവ് അതൊരു ശാപത്താൽ ഉണ്ടായതാണ്. അതിപ്പോഴും ഈ തലമുറയിലുണ്ട്. എന്നാൽ ഈ ദൈവം ഒരു വലിയ വിടുതൽ കൊടുക്കുക. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. സന്തോഷമായിട്ട് പോയാട്ടെ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്തും പാറശാലയിലും ജൂൺ 30 രാവിലെ 11 മുതൽ AJ ഹാൾ കുമാരപുരം, വൈകുന്നേരം 4:30 മുതൽ ഷീല കല്യാണ മണ്ഡപം പാറശാല. അനേകർ കർത്താവിൻ്റെ അത്ഭുതങ്ങളെ പ്രാപിക്കുവാനിടയായി തീർന്നു. വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞവർക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുത്തു. എൻ്റെ ദൈവത്തിൻ്റെ കരുണ എത്ര വലുതാണ്. ഇന്ന് എന്നെ കാണുന്ന കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളില്ല, തലമുറകളില്ല എന്ന് പറയുന്നവർ, വർഷങ്ങളായി പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നവർ, വിശ്വാസത്തോടെ ഇവർ ആശ്രയിച്ച ആ ദൈവത്തെ, ഇവർ അനുഭവിച്ച ആ സൗഖ്യത്തെ വിശ്വാസത്തോടെ ഒന്ന് ഏറ്റെടുത്താട്ടെ. ദൈവത്തിൻ്റെ കൃപയ്ക്കായി നമുക്ക് നന്ദി പറയാം. അപ്പോൾ ഞങ്ങളെ കാണുന്ന കുടുംബങ്ങളിൽ തലമുറകൾ പ്രതീക്ഷിക്കാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ പ്രതീക്ഷ അറ്റുപോയിടത്ത് എൻ്റെ ദൈവമേ നിൻ്റെ കൃപ ചലിക്കണമപ്പാ. ഞങ്ങൾ കേട്ട ഓരോ സാക്ഷ്യങ്ങൾ ഈ കുടുംബങ്ങൾ പങ്കുവച്ചത് ദൈവത്തിൻ്റെ കരമാ വീട്ടിൽ ചലിച്ചതാപ്പാ. എൻ്റെ ദൈവത്തിൻ്റെ കൃപ അവരുടെ നേരെ ചലിച്ചതാ കർത്താവേ. ഞങ്ങളെ കാണുന്ന കുടുംബങ്ങളിലും അതുണ്ടാകട്ടെ അപ്പാ. കർത്താവെ, കുഞ്ഞുങ്ങളില്ല എന്ന് പറയുന്നവർ ഇന്ന് രാത്രി കാലം ആ സൗഖ്യത്തിലേക്ക് വരട്ടെ അപ്പാ. ദൈവത്തിൻ്റെ കൃപയിലേക്ക് വരട്ടെ അപ്പാ. തലമുറകളെ ഇല്ലാതാക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ ബലങ്ങളും ശാപത്തിൻ്റെ ബലങ്ങളും കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ ഉടഞ്ഞു പോകട്ടെ അപ്പാ. അവരുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ അപ്പാ. കർത്താവേ, നിൻ്റെ ബ്ലെസ്സിങ് അവരുടെ ലൈഫിൽ ചലിക്കട്ടെ അപ്പാ. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി വാഴുവാൻ, ഭൂമിയിൽ നിറയുവാൻ പറഞ്ഞ ആ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് അവരുടെ മേൽ ചലിക്കട്ടെ അപ്പാ. ആ ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ ലൈഫിൽ വാഴട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. സ്വർഗീയ പിതാവേ, അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. അവിടുത്തെ പ്രവൃത്തിക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. നന്മകൾ കൊണ്ട് നിറച്ചതിനായി സ്തോത്രം. ആമീൻ. വിശ്വാസത്തോടായിരുന്നാട്ടെ. ഇന്ന് രാത്രി കാലം കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ഏറെ അനുഭവിക്കാനിടയാകട്ടെ. ഗോഡ് ബ്ലെസ് യു.